കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് ഇവിടെ ഉള്ള ദൈവമക്കളോട് ചേർന്ന് ഞങ്ങൾക്കും കർത്താവിനെ ആരാധിപ്പാനും നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഭാഗികമായി കേൾപ്പാനും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. പ്രിയ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന നിങ്ങളുടെ ബഹുമാന്യ കർത്തദാസൻ, ഞാൻ സന്തോഷ് പാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. പാസ്റ്ററുടെ വീട് ചാത്തങ്കരിയിലും എൻ്റെ വീട് പേപ്പറായിലും. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒരാളിൻ്റെ അക്കരയും ഇക്കരയുമാണ്. 2008 മുതൽ 10 വരെ ആയിരുന്നു ഒമാൻ പെന്തക്കോസ്ത് അസംബ്ലിയിൽ ഞങ്ങൾ ശുശ്രൂഷിച്ചത്. പ്രിയ കർത്തദാസൻ അതിനുശേഷം അവിടെ കുടുംബമായി ശുശ്രൂഷിച്ചു. ഒമാൻ പെന്തക്കോസ്ത് അസംബ്ലിയിലെ കൂട്ടായ്മ ഞങ്ങൾക്ക് കേരളത്തിലും ഒരുമിച്ച് ഇടയ്ക്കിടയ്ക്ക് കൂടാനും കൂട്ടായ്മ അനുഭവിക്കാനും ഇടയായി. നന്നായി ശുശ്രൂഷിക്കുന്ന സാക്ഷ്യം പുലർത്തുന്ന പ്രിയ കർത്തദാസനും കുടുംബത്തിനും ഞങ്ങളുടെ വന്ദനവും അറിയിക്കുന്നു. പാസ്റ്ററുടെ സിസ്റ്റർ, കർത്താവിൻ്റെ വേല തികച്ച പാസ്റ്റർ ജോസ് അവരുടെ മിസ്സസ്, ഞങ്ങൾ ഒരു വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7, 8, 9, 10 ആ പ്രായത്തിലൊക്കെ പ്രായം ഞങ്ങൾ ഒരുമിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷ്യം ചെറിയ നിലയിലൊക്കെ വഹിച്ചവരാണ്. അതിനുശേഷം ഞാൻ 1975 ദൈവജന പഠിപ്പാൻ ഡൽഹിയിൽ പോയി. തുടർന്ന് കഴിഞ്ഞ വർഷം വരെയും ദൈവജന പഠനത്തിന് ശേഷം ലോക്കൽ സഭകളിൽ പാഴ്സനേജുകളിൽ താമസിച്ച് കർത്താവിൻ്റെ വേലയുടെ ഒരു ചെറിയ ഭാഗം ഞങ്ങളും നിർവഹിക്കുന്നു. കഴിഞ്ഞ വർഷം മുതൽ ലോക്കൽ സഭ എടുക്കാതെ ഞാൻ സുവിശേഷകനായി ഇപ്പോൾ പേപ്പറായി താമസിച്ച് സഹോദരന്മാരോട് ചേർന്ന് പല ഇടങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നു. പേപ്പറായിലെ 5 പ്രിയ ബേബിച്ചായൻ്റെ മകൾ ഇവിടെ കുടുംബമായി ആരാധിക്കുന്നു എന്നുള്ളത് കണ്ടപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി ആ കുടുംബവും ഞങ്ങളുടെ കുടുംബവും അയൽവക്കമായിരുന്നു. എൻ്റെ ഡാഡി എൻ്റെ വല്യപ്പച്ചൻ ഇവിടുത്തെ IPC ദൈവസഭയുടെ നേരെ എതിർവശത്ത് കുടുംബമായി വാർത്ത അവിടെ നിന്ന് അവർ മാമലയ്ക്ക് പോയവരാണ്. കൊച്ചിയിലെ പാസ്റ്റർ രാജു പൂർക്കാലയുടെ പിതാവും എൻ്റെ ഡാഡിയുടെ അമ്മയും നമ്മുടെ സ്വന്തം ആങ്ങളെയും പെങ്ങളുമാണ്. ഈ സ്ഥലത്ത് ചെറുപ്പത്തിലൊക്കെ പല പ്രാവശ്യമൊക്കെ വന്ന് ക്യാമ്പുകളിലും യൂത്ത് മീറ്റിങ്ങിനും ഒക്കെ സംബന്ധിച്ചതൊക്കെ എൻ്റെ ഓർമ്മയിൽ ഞാനത് ഒന്ന് ചെറുതായി ഓർമ്മിച്ചത് എൻ്റെ ഒരു ചെറിയ ലോക്കൽ ടെസ്റ്റിമണിയുടെ ഭാഗം എന്ന നിലയിൽ ഞാനത് ഓർമ്മിച്ചത് മാത്രമേ. അത് വലിയ ആത്മീയ പ്രയോജനം നിങ്ങൾക്ക് ചെയ്യത്തില്ലെന്നറിയാം. പക്ഷെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുവാൻ ഞാനത് ഓർമ്മിച്ചത് മാത്രമേ. തുടർന്നുള്ള സമയം ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം, ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 16, 16-ാം അധ്യായം, അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ ഒരാളൊന്ന് വായിച്ച് കേൾപ്പിക്കണമേ.
നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, പറയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്വനായ എന്റെ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആവുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയും. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തു ആവുന്നു എന്ന് ആരോടും പറയാതിരിക്കാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ആ ഒരു പാരഗ്രാഫ് നമ്മൾ വായിച്ചു എങ്കിലും അതിൽ നിന്ന് 2-3 ഭാഗങ്ങൾ മാത്രം ഒന്ന് പ്രാർത്ഥനയോടുകൂടി ധ്യാനിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സുവിശേഷം നമ്മൾ വ്യക്തിപരമായി ശ്രദ്ധിച്ചു വായിച്ചു നമ്മൾ ധ്യാനിച്ചാൽ നമ്മുടെ കോൺവെർസേഷൻ, നമ്മുടെ സംഭാഷണ രീതിക്ക് തന്നെ സമൂലമായ മാറ്റം വരും. സുവിശേഷം നമ്മൾ പ്രസംഗിപ്പാൻ വേണ്ടി വായിക്കുകയല്ല, മത്സര പരീക്ഷയ്ക്ക് വേണ്ടി വായിക്കുകയല്ല, അടുത്ത ആഴ്ച ഇവിടെ നിങ്ങളുടെ CA ഒക്കെ ഉണ്ടല്ലോ, അതിനു വേണ്ടി വായിക്കുകയല്ല. അതിനുപരി സുവിശേഷം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ തുടർന്ന് നമ്മുടെ എല്ലാ ഡീലിങ്സിലും, പ്രത്യേകിച്ച് നമ്മുടെ സംഭാഷണത്തിൽ എന്തു വരുമെന്ന് ചോദിച്ചാൽ സമൂലമായ മാറ്റം. കാരണം അത് യേശുക്രിസ്തു തൻ്റെ വചനം, തൻ്റെ തിരുവാവുകൊണ്ട് അരുളി ചെയ്ത വചനം. ആ വചനം നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത്, എങ്ങനെയാണ് സൈലന്റ് ആയിട്ടിരിക്കേണ്ടത്, എങ്ങനെയാണ് ഒഴിഞ്ഞു പോകേണ്ടുന്നത്, ഇതിനെല്ലാം വളരെ കൃത്യമായ നിലയിലുള്ള മറുപടിയാണ് യേശുവിന്റെ സംഭാഷണത്തിലുള്ളത്. ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ വായിച്ച വേദഭാഗം. യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ അന്ന് നമ്മുടെ ഇവിടുത്തെ ലാംഗ്വേജിൽ നമ്മൾ ചിന്തിച്ചാൽ മതി. പായിപ്പാട്, കവിയൂർ, ആഞ്ഞിലിത്താനം, തോട്ടഭാഗം, തിരുവല്ല, കുമ്പനാട് എന്നൊക്കെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലൊന്ന് വന്നേ. യേശുക്രിസ്തു ഇപ്പോൾ ഗലീലയോട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഈസ്റ്റേൺ പാർട്ടിൽ ചില ദിവസങ്ങൾ അവൻ അവിടെ സഞ്ചരിക്കുകയാണ്. ആ ദിവസങ്ങൾ അവൻ അവിടെ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ കാക്ക, അവിടുത്തെ തത്ത, ആ പറമ്പിലെ പേരയ്ക്ക, അവിടുത്തെ റബ്ബർ, അതിലുപരി അവിടെയുള്ള സ്ത്രീകൾ, പുരുഷന്മാർ, കുഞ്ഞുങ്ങൾ, കൃഷിക്കാർ, ഇവരെയെല്ലാം യേശുക്രിസ്തു കാണുന്നത് അന്നുവരെ അവിടെ ഉള്ള മതപുരോഹിതന്മാരോ പരീശന്മാരോ ശാസ്ത്രിമാരോ ഉപദേശിമാരോ ഒന്നും കാണുന്നത് പോലല്ല യേശുക്രിസ്തു ആ സ്ഥലത്തെ കാണുന്നത്, ആ വ്യക്തികളെ കാണുന്നത്. ഇന്ന് കർത്താവിനെ ഈ ആലയത്തിൽ വന്ന് ആരാധിക്കുന്ന പ്രിയ ദൈവവൈതലേ, കാണേണ്ടതുപോലൊന്ന് കാണാൻ, ഗ്രഹിക്കേണ്ടതുപോലൊന്ന് ഗ്രഹിപ്പാൻ, മനസ്സിലാക്കേണ്ടതുപോലൊന്ന് മനസ്സിലാക്കുവാൻ ദൈവമേ നിന്റെ കൃപ എനിക്ക് തരണമേ എന്ന് ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഹൃദയ കണ്ണുകളെ ദൈവം തുറക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഹൃദയ കണ്ണുകൾ തുറക്കണമെന്ന് ആഗ്രഹമുള്ള ദൈവമക്കൾ മാത്രം ആ വലതുകരം ഒന്ന് ഉയർത്തി ഒന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് എന്തുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ മാറ്റം വരുന്നു.
രാവിലെ നമ്മൾ എഴുന്നേറ്റ് കറിക്ക് കരിവേപ്പില ഒരു തുണ്ട്, ഒരു നുള്ള് നമ്മൾ പറിച്ച് ആ കറിക്കിടുമ്പോൾ നമ്മൾ ഇന്നലെ വരെ പറിച്ചതിനേക്കാൾ ഇന്ന് നാളെ നിങ്ങൾ അത് പറിക്കുമ്പോൾ അതിൻ്റെ മനോഹരതയും അതിൻ്റെ ഗുണവും അതിൻ്റെ സവിശേഷതയും ഒന്നും കൂടെ മനസ്സിലാക്കി ഉള്ളിൽ ഒരു സ്തോത്രത്തോട് നിങ്ങൾ അതിട്ടാൽ, ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, ആ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ സ്തോത്രത്തോട് നിങ്ങൾ കഴിക്കുമ്പോൾ ഇവിടുത്തെ കോണ്ടിനെന്റൽ ഭക്ഷണത്തെക്കാൾ ആ ഭക്ഷണത്തിന് എന്തുണ്ടെന്ന് ചോദിച്ചാൽ ആരോഗ്യം തരുവാൻ കഴിയും, സൗഖ്യം തരുവാൻ കഴിയും, ബലം തരുവാൻ കഴിയും, ഒരു അസാധാരണമായ ദൈവകൃപ നൽകുവാൻ കഴിയും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാണുന്നതും കേൾക്കുന്നതും ഇടപെടുന്നതെല്ലാം സ്തോത്രത്തോടെ ഹാൻഡിൽ ചെയ്യുവാൻ ദൈവകൃപ ആവശ്യമുള്ള ദൈവമക്കൾ മാത്രം ആദരമൊന്ന് തുറന്നൊന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യണം. സറഫത്തിൽ നമുക്കറിയാം എത്രയോ ഇസ്രായേലിൽ എത്രയോ വിധവന്മാരുണ്ട്. പക്ഷെ സറാഫത്തിലേക്ക് ഏലിയാവ് ചെല്ലുമ്പോൾ ഒരു പാവം വിധവ വിറക് പെറുക്കുകയാ. രാവിലെ ഒരു റൊട്ടി ഉണ്ടാക്കുവാൻ വേണ്ടി അവൾ ആഗ്രഹിക്കുകയാ. അപ്പോഴാണ് ഒരു പ്രവാചകന്റെ വേഷത്തിൽ ഒരുവൻ വന്ന് ഒരു പീസ് കേക്ക് അവളോട് ചോദിക്കുമ്പോൾ അവൾ യാഥാർത്ഥ്യമെല്ലാം തുറന്നു പറയുക. പക്ഷെങ്കിൽ അവളോട് പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു, നീ ആദ്യമുണ്ടാക്കുന്ന ആ ആദ്യത്തെ കൊച്ചട നീ ഇങ്ങ് കൊണ്ടുവാ, നിന്റെ കലത്തിൽ മാവ് കുറയത്തില്ല, നിന്റെ ഭരണിയിൽ എണ്ണ കുറയത്തില്ല. നമുക്ക് ആ സിസ്റ്ററോട് നമുക്ക് ചോദിക്കാം, ആ വിധവയോട് നമുക്ക് ചോദിക്കാം, എത്ര വർഷത്തെ അപ്പമുണ്ടാക്കിയ പരിചയം നിനക്കുണ്ട്? എത്ര വർഷമായി നീ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നവളാ? എന്നാൽ ഇന്ന് ആ വാക്ക് കേട്ട് നീ ആ പൊടി എടുത്തൊരട നീ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ആ കലത്തിനകത്ത്, ആ ഭവനത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വന്നു എങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിപ്പാൻ കഴിയുന്ന സർവശക്തനായവന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ദൈവമക്കൾ പിറുപിറുപ്പ് കൂടാതെ ഒരു സ്തോത്രം ഒന്ന് പറഞ്ഞാൽ, പിറുപിറുപ്പ് കൂടാതെ നന്ദി കരേറ്റുവാൻ തയ്യാറായാൽ, ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക്, ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ തൃപ്തിയോട് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുവാൻ തയ്യാറായാൽ, ഒരു കാര്യം ഞാൻ തീർത്ത് ദൈവമക്കോട് പറയാ, ഇന്നലെ വരെ നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ അവൻ മതിയായ ദൈവമാ. ആ ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം ഒന്ന് നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുമെങ്കിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവാത്മാവ് ശക്തിയോടെ പറയുന്നു, നീ മറ്റുള്ളവർ ഹാൻഡിൽ ചെയ്യുന്നത് പോലല്ല നീ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്കറിയാം, രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുന്നു, ഒരു കുഞ്ഞിന് മാത്രം ജീവനുണ്ട്. ആ ഒരു ജീവനുള്ള കുഞ്ഞിനു വേണ്ടി രണ്ടമ്മമാർ തമ്മിൽ വലിയ പട്ടി എല്ലിനു വേണ്ടി പിടിക്കുന്നത് പോലെ അവര് ബഹളം വെക്കുകയാ. ശലോമോൻ ആ സിംഹാസനത്തിൽ ഇരിക്കുകയാ. ആദ്യത്തെ കേസ് അവന്റെ മുമ്പിൽ വരികയാ. ഇന്നത്തെ പോലെ DNA ടെസ്റ്റ് ചെയ്യുവാനോ ഇന്നത്തെ പോലെ മൈക്രോ ലാബുകളോ ഒന്നും അവിടെ ഇല്ല. രണ്ടുപേരും അവിടെ കുഞ്ഞിനു വേണ്ടി, ജീവനുള്ള കുഞ്ഞിനു വേണ്ടി വന്ന് അവർ ആവശ്യപ്പെടുന്ന സന്ദർഭം നമുക്കറിയുവാൻ നമുക്ക് കഴിയും. അപ്പോഴാണ് ജ്ഞാനം നൽകിയ, സ്വർഗീയ ജ്ഞാനം പ്രാപിച്ച ശലോമോൻ ആ കുഞ്ഞിനെ രണ്ടായി ഒന്ന് പിളർക്കെന്ന് പറയുമ്പോ അവിടെ സാക്ഷാൽ അമ്മ വെളിപ്പെട്ട് വന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം വാദിച്ചുകൊണ്ടും തർക്കിച്ചുകൊണ്ട് ഇന്ന് പകൽ ഏതെങ്കിലും ഓണർഷിപ്പിന്റെ വേണ്ടി ആരെങ്കിലും അവകാശം പറയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ശരിക്കുള്ള ഓണർഷിപ്പ് ആരുടെ കയ്യിലാണെന്ന് അതിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഇന്ന് പകൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ, വാദിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ തർക്കമായി, വാദമായി ചില ഡിസ്പ്യൂട്ടുകൾ ഇട്ടുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ക്രിസ്തീയ ജീവിതത്തെ അലങ്കോലമാക്കുവാൻ നോക്കുന്ന, എന്റെയും നിങ്ങളുടെയും ക്രിസ്തീയ ജീവിതത്തെ ഒരു ചെറിയ പേനായുടെ വിഷയത്തിൽ, ഒരു ചെറിയ അയിലയുടെ തലയുടെ വിഷയത്തിൽ, ഒരു ചെറിയ
ചെറിയ മാനായുടെ വിഷയത്തിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ സെക്രട്ടറി എന്ന പോസ്റ്റിന്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ഏതെങ്കിലും വിഷയത്തിൽ ഇന്ന് പകൽ ഒരു ഡിസ്പ്യൂട്ട് കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചിട്ട് അതിന്റെ മേൽ ജയമെടുക്കുവാൻ ഇട്ടിരിക്കുന്ന ദുഷ്ടന്റെ സകല പദ്ധതിയുടെ മേൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രേനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതെന്റെ മേൽ വാഴാതിരിക്കത്തക്ക വിധത്തിൽ നീതിയോട് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുത്താൽ അതങ്ങനെ സംഭവിക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെ നാവുകൊണ്ട് നേടാം, നമ്മൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നത് നമ്മുടെ യുക്തി കൊണ്ട് നേടാം, നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ കൗശല ബുദ്ധി ഉണ്ടല്ലോ, നമ്മുടെ കൗശല ബുദ്ധി, ആ കൗശല ബുദ്ധി കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നടപ്പിൽ വരുത്താമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, കൗശല ബുദ്ധി കൊണ്ട് വളഞ്ഞ വഴിയിലൂടെയും ദൈവഹിത പ്രകാരം അല്ലാതെയും ഞാൻ കൈവശം വെക്കുന്നതിനെ മുഴുവൻ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഒമിറ്റ് ചെയ്യേണ്ടി വരും, ഞാൻ അതിനെ ഛർദ്ദിച്ച് കളയേണ്ടി വരും. എന്നാൽ നേരോടെ ദൈവം നിനക്ക് വല്ലതും തരുന്നുണ്ടെങ്കിൽ അത് നിനക്കും തലമുറകൾക്കും അത് അനുഗ്രഹമായിരിക്കും. ഒരു നല്ല സ്തോത്രം പറയുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവർ മാത്രം ആ കരം ഉയർത്തിയൊന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യണം. ഈ പകൽക്കാല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പറയുന്നത് ഇങ്ങനാണ്. ആ വചനം നമ്മൾ അനുസരിച്ചാൽ, ആ കൽപ്പന നമ്മൾ അനുസരിച്ചാൽ, അവൻ പറയുന്നത് അതുപോലെ നമ്മൾ ചെയ്താൽ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ കഴിയും, കുടുംബം നിലനിൽക്കും, രാജ്യം നിലനിൽക്കും, ദൈവം നിനക്ക് തന്ന ശുശ്രൂഷയും നിർവടിയായി നിർവഹിപ്പാൻ കഴിയുമോ? നമുക്കറിയാം, എല്ലാവരെക്കാളും ഹാൻസം, എല്ലാവരെക്കാളും തോളാണ് ശൗൽ. അവനെയാണ് ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായി ദൈവം തന്റെ കോപത്തിൽ ഇസ്രായേലിന് നൽകി കൊടുത്തത്. ദൈവം അവനെ നൽകുമ്പോൾ ഒരു വലിയ ജയമൊക്കെ അതിന്റെ പിന്നാലെ ശൗലിന് ലഭിച്ചു. ശമൂവേൽ അവനെ യാത്ര അയക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞിരുന്നു, അവിടെ കാണുന്ന നല്ല തടിപ്പിച്ച കൊഴുത്ത മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ നീ അതിനെ ലേവ്യ പുസ്തകവുമായി കൂട്ടി ഇണക്കി യാഗം കഴിക്കുവാനൊന്നും നീ കൊണ്ടുവരരുത്, അതിനെയെല്ലാം നീ ഉന്മൂലനാശം നീ ചെയ്യണം. അന്ന് ആ കണ്ണിന് മുമ്പിലൊന്നും മറവായി കിടക്കുന്നില്ല, സകലവും നഗ്നവും മലർന്നും കിടക്കുന്നു. ഒരു നിമിഷം ആ രക്തത്താൽ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ഒരു നിമിഷം കർത്താവെ, മറഞ്ഞിരിക്കുന്ന സകല പാപങ്ങള്, ഏറ്റുപറയാത്ത എല്ലാ തെറ്റുകളും കുറുബുകളും വർഷങ്ങളായി ഞാൻ മൂടി വെച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ജീവിതത്തിൽ അനുകരിക്കുവാൻ അനുവാദമില്ലാത്ത പലതുമുണ്ട്. ഇന്ന് പകലാ കുഞ്ഞാടിന്റെ രക്തത്താലും വചനത്താലും എന്നെ ഒന്ന് കഴുകി വെടിപ്പാക്കണമേ എന്ന് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ഈ പകൽക്കാലം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന സമയത്ത് അവനെ കണ്ടെത്തുവാൻ കഴിയും. അങ്ങനെ ഒരു പ്രാർത്ഥന കഴിക്കുവാൻ ഹൃദയത്തിൽ ആഗ്രഹമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ, പ്രിയ കർത്തൃദാസൻ സങ്കീർത്തനം വായിച്ചപ്പോൾ ഓർപ്പിച്ചതുപോലെ, അന്ന് അവർ കുത്തിയവെങ്കിലേക്ക് നോക്കുകയും അവർ കുലം കുലമായി നിലവിളിക്കുകയും വിലപിക്കുകയും ചെയ്യുമ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു ജാതി പുറക്കുന്നത് പോലെ ദൈവം അവർക്കൊരു ജയം നൽകുമെങ്കിൽ ഈ സഭായോഗത്തിൽ സംബന്ധിച്ചിട്ട് മടങ്ങി പോകുന്നതിന് മുൻപ് ഇന്ന് പകൽക്കാലം ജയമില്ലാതിരിക്കുന്ന ചില വിഷയങ്ങളുടെ മുന്നേറുവാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന ചില വിഷയങ്ങളുടെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥന കേൾക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില വിഷയങ്ങളുടെ ജയം പ്രാപിക്കുന്നതിന് തടസ്സമായി മൂടിയിട്ടിരിക്കുന്ന, കുഴിച്ചു മൂടിയിരിക്കുന്ന ആഖാന്റെ കൂടാരത്തിനകത്തുള്ള ചില വിഷയങ്ങൾ പോലുള്ള ചില വിഷയങ്ങൾ ഏറ്റുപറഞ്ഞു ദൈവം മുമ്പാകെ നമ്മൾ ക്ഷമ ചോദിക്കുമെങ്കിൽ ഈ പകൽ ജയം തരുവാൻ ദൈവം വിശ്വസ്തൻ തന്നെയാ. അങ്ങനെ ഒരു ജയം ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഈ വചനത്തോട് ചേർന്ന് ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണ. എരിഹോവിനെ ജയിച്ച ഇസ്രായേൽ മക്കൾ ഹായിയുടെ മുൻപിൽ തോറ്റ് പരാജയപ്പെട്ട് നിൽക്കുമ്പോ ദൈവം യോശുവയോട് പറഞ്ഞു, നീ ഉപവാസം ഒന്നും പ്രസിദ്ധീകരിച്ചിട്ട് അർത്ഥമില്ല. 7 ദിവസത്തെ ഉപവാസവും വേണ്ട, 21 ദിവസത്തെ ഉപവാസവും വേണ്ട, 41 101 ദിവസത്തെ ഉപവാസമോ ഒന്നും വേണ്ട. ഒറ്റ കാര്യം ചെയ്താൽ മതി. യഹോവയ്ക്ക് സബദാർപ്പിതമായി
ഭാഗമായി വേർതിരിക്കേണ്ടുന്ന എരിഹോവിലെ ചില വസ്തുക്കൾ അതിനകത്ത് കൂടാരത്തിനകത്ത് മൂടി വച്ചിരിക്കുകയാ. അത് പുറത്തു കൊണ്ടുവന്ന് അതിനെ നീക്കി കളഞ്ഞപ്പോൾ പരാജയപ്പെട്ട വിഷയത്തിന്റെ മേൽ ഒരു ജയം ലഭിച്ചുവെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തിയോടെ പറയുന്നു, വ്യക്തിപരമായ ജയത്തെക്കാൾ കുടുംബമായ ജയത്തെക്കാൾ ഇന്ന് പകൽ സഭയായ ഒരു ജയം എനിക്ക് ആവശ്യമുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഈ ഹോളിൽ ഇരുന്ന് ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാല സഭയായി മുന്നേറുവാൻ കഴിയാതെ സഭയുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന ചില വിഷയങ്ങൾ, ആമേൻ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, അതെന്റെ ആത്മാവിനാൽ തന്നെ എന്നെഴുതിയ വചനം പോലെ അത് നിവർത്തിക്കപ്പെടും. ആ ഉറപ്പുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ഒന്ന് ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്യുമെങ്കിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവസഭയ്ക്ക് അനിവാര്യമായിരിക്കുന്ന, ദൈവസഭയ്ക്ക് അടിയന്തരമായിരിക്കുന്ന, ദൈവസഭയ്ക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ചില വിജയം, ദൈവസഭയ്ക്ക് അത്യന്തകരമായിരിക്കുന്ന ഒരു വിജയം, ഒരു പൈനിയർ വർക്കിന്റെ വേദന എന്തെന്ന് എനിക്ക് ശരിക്കും ഞാൻ അനുഭവിച്ച ഒരു വ്യക്തിയാ. ആമേ, ഒരു വേല സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് അവിടെ നിലനിൽക്കുവാൻ എത്രമാത്രം ആമേൻ വില കൊടുക്കണമെന്ന് എൻ്റെ കഴിഞ്ഞ കാല അനുഭവങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇനി മറിച്ച് ആ സഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശം ഓരോ തലമുറയിലും നിറവേറാതിരിക്കത്തക്ക വിധത്തിൽ സഭയുടെ മേൽ ആധിപത്യം പുലർത്തുവാൻ നോക്കുന്ന പാതാള ഗോപുര ശക്തികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എൻ്റെ ചെറിയ ശുശ്രൂഷയിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ ദൈവത്തെ ആരാധിക്കുന്ന പ്രിയ ദൈവ പൈതലേ, പരിശുദ്ധാത്മാവിനോട് ശക്തിയോട് പറയുന്നത് ഇങ്ങനാണ്: ഒരു ഫൈനലിൽ ആമേൻ മത്സരിച്ചിട്ട് ജയം ലഭിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം ഈ ദൈവസഭയ്ക്ക് ദൈവം ഒരു അവസരം തന്നിരിക്കുകയാ. ഈ ഫൈനൽ മത്സരത്തിൽ ഒരു ജയം എനിക്ക് ആവശ്യമാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയ ഇന്ന് പകൽ ഇന്നലെ വരെ എന്നെയും നിങ്ങളെയും തോൽപ്പിച്ച ചില ഇരുളിന്റെ ശക്തികളുടെ മേൽ, ഇന്നലെ വരെ എന്നെയും നിങ്ങളെയും പരാജയപ്പെടുത്തിയ ചില ദുഷ്ടശക്തിയുടെ മേൽ, ദേശത്തിന്റെ മേൽ ആത്മാക്കൾ കടന്നു വരാതെ ദേശത്തിന്റെ മേൽ ആധിപത്യം പുലർത്തുന്ന ചില ഇരുളിന്റെ ശക്തികളുടെ മേൽ ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നതിന് തടസ്സമായി വാണരുളുന്ന ചില ശക്തിയുടെ മേൽ ദൈവസഭയ്ക്ക് ജയം ലഭിക്കും. അങ്ങനെയുള്ള പാതാള ഗോപുരത്തിന്റെ ശക്തിയെ തിരിച്ചറിയുവാൻ എത്ര PhD ഉണ്ടെങ്കിലും കഴിയത്തില്ല, എത്ര മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിലും കഴിയത്തില്ല, എത്ര ട്രഡീഷൻ പാരമ്പര്യമുണ്ടെങ്കിലും കഴിയത്തില്ല. 10-18 വർഷമായി കൂനിയായി സിനഗോഗിൽ ഇരിക്കുന്ന അബ്രഹാമിന്റെ സന്തതി അവിടെ ഇരിക്കുമ്പോൾ അവിടെയുള്ള പരീശന്മാർക്കും അവിടെയുള്ളതാകുന്ന ശാസ്ത്രിമാർക്കും ഒന്നും മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അന്ന് പകൽക്കാലം അതിനകത്തൊരുവൻ കടന്നു വന്നു, ശബത്തിനേക്കാൾ വലിയവൻ. ദൈവാത്മാവ് ഈ പകൽക്കാലം ശക്തിയോടെ പറയുന്നു, കാളയേക്കാൾ, കിണറ്റിൽ വീണ കാളയേക്കാൾ, കിണറ്റിൽ വീണ ആടിനെ രക്ഷിക്കുന്നതിനേക്കാൾ ഇന്ന് പകൽ ദൈവത്തിന് ഇമ്പോർട്ടന്റ് ഏതാണ് ചോദിച്ചാൽ ഒരാത്മാവിന്റെ വിടുതലാണ്. ഇന്ന് പകൽ ആ ഒരു വിടുതൽ ആഗ്രഹിക്കുന്ന ദൈവജന ഈ സഭയ്ക്കകത്തുണ്ട് എങ്കിൽ വർഷങ്ങളായി വിടുവിക്കപ്പെടാതിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവസഭ ഒരുമിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽ ആ വിഷയങ്ങളുടെ മേൽ വിടുതൽ സംഭവിക്കും. അത് വിശ്വസിപ്പാൻ കഴിയുമോ? ഞാൻ ഹെബ്രോനിൽ 2012 മുതൽ 16 വരെ ഹെബ്രോൻ IPC ലോക്കൽ ചർച്ചിൽ ശുശ്രൂഷനായിരുന്നതാ. ഇന്ന് ഞാൻ കുമ്പനാട്ട് പലപ്പോഴും പോകുവാൻ ലജ്ജിക്കുന്ന ഒരു മനുഷ്യനാ. അഥവാ തന്നെ പോയാൽ ഞാൻ ചിലപ്പോഴൊക്കെ വെള്ള ഷർട്ട് ഇടാറില്ല. ഞാൻ ചിലപ്പോൾ ടീഷർട്ട് ഇട്ടുകൊണ്ടാ പോകുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാൽ ദൈവനാമം ഏതൊക്കെ നിലയിൽ എത്രമാത്രം അപമാനിക്കപ്പെട്ടു എന്നുള്ളത്
കണ്ണു തുറന്നവർക്ക് കാണാം, ചെവി തുറന്നവർക്ക് കേൾക്കാം. എന്നാൽ ഇങ്ങനെ ദൈവനാമം എന്നെന്നും അപമാനിക്കപ്പെട്ടു പോകുവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. കാരണം എൻ്റെ ചങ്ക് തുറന്നല്ല സഭയെ വിലയ്ക്ക് വാങ്ങിയത്. ആമേൻ. അരുമനാഥന്റെ ആമേൻ ചങ്കിലെ ചോര ചിന്തിയാണ് അവൻ സഭയെ സ്ഥാപിച്ചതെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ആ ഉറപ്പിത് ഇതിനകത്തുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ, ആ നിർണയമുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ, അവർ ഒന്ന് ഹൃദയം നുറങ്ങി ഒന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ, ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു വന്നിരുന്ന സ്ഥല, ഞങ്ങളുടെ പിതാക്കന്മാർ യാഗം കഴിച്ചു കൊണ്ടിരുന്ന സ്ഥല, ഇപ്പോൾ മതിലുകളെല്ലാം ഇടിഞ്ഞ് യാഗപീഠമെല്ലാം ഇടിഞ്ഞു കിടക്കുമ്പോ ഇനി എന്റെ ദൈവത്തിന്റെ നാമം അപമാനിക്കപ്പെടരുതെന്ന് ആത്മഭാരമുള്ള ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ സ്വർഗം പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരുമോ. നീ അടച്ചാൽ ആരും തുറക്കുകയില്ല, നീ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. അങ്ങനെ അധികാരപ്പെടുത്തുന്ന ദൈവാത്മാവിന്റെ അധികാരത്തിൽ വിശ്വാസമുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ഒന്ന് ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുത്താൽ ഈ പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു, രക്തത്താൽ ജയ വലിയ ദൈവാത്മാവിന്റെ പ്രവൃത്തി നടക്കും. ഞാനത് പറയുവാൻ കാരണം, യേശു ഫിലിപ്പിന്റെ കൈസരയിലൂടെ അവൻ ആ കൈസരിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ അവനെല്ലാം വിവേചിച്ചറിയുന്നവൻ, അവന് സകലവും നന്നായിട്ടറിയാം. ദൈവത്തിന്റെ ജനത്തെ, ദൈവത്തിന്റെ സഭയെ, ദൈവത്തിന്റെ സഭയ്ക്ക് ലഭിക്കേണ്ടുന്ന ആത്യന്തികമാകുന്ന ജയത്തെ ആ നിലയിൽ ദൈവസഭ അനുഭവിക്കാതിരിക്കത്തക്ക വിധത്തിൽ ദൈവസഭയെ പാതാള ഗോപുരത്തിന്റെ ശക്തി അകത്തും പുറത്തും ആക്രമിക്കും എന്നുള്ളതിന് രണ്ട് പക്ഷവുമില്ല. ഒരു ചർച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ ചർച്ച് വളർന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അതിനേക്കാൾ മുമ്പ് സ്ഥാപിച്ച സെൻട്രലിലുള്ള ഒരു ചർച്ച് അവരും എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ സഭയുടെ വളർച്ചയ്ക്ക് പദ്ധതികൾ തയ്യാറാക്കി. പക്ഷെങ്കിൽ ആഗ്രഹിച്ചതുപോലെ ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നില്ല. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് യുവാക്കന്മാരെല്ലാം ട്രാക്റ്റുമായി പട്ടണങ്ങളിലും വീടുകളിലും ഒക്കെ പോകുന്നു. പക്ഷേ 1-2 പ്രോഗ്രാം കഴിയുമ്പോൾ അവരെല്ലാം ക്ഷീണിക്കുന്നു, അവരെല്ലാം തളരുന്നു, മുൻപോട്ട് നീങ്ങുവാൻ കഴിയാത്തൊരവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് എൻ്റെ ഒരു കൊച്ചനുഭവം ഇവിടെ ചേർത്ത് പറയുക. ഞങ്ങൾ കുവൈറ്റിലെ ശുശ്രൂഷ കഴിഞ്ഞ് നേരെ കേരളത്തിലേക്ക് ഞങ്ങൾ വന്നു. കേരളത്തിൽ വന്ന സന്ദർഭത്തിൽ ശുശ്രൂഷിക്കേണ്ടുന്ന ലോക്കൽ സഭ എല്ലാം വരുന്നതിന് മുൻപ് തന്നെ ഒരു മാനുഷികമാകുന്ന ഇടപെടലും കൂടാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥലം, ഞങ്ങളുടെ ആ പോകുന്ന പാഴ്സനേജ്, ഇതെല്ലാം പരിശുദ്ധാത്മാവ് ഒരു ഉറപ്പെന്ന നിലയിൽ കാണിച്ചു. പക്ഷെ ആ ചർച്ചിൽ വന്ന് ചാർജ് എടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനൊരു സുഖമില്ല, എൻ്റെ ശരീരത്തിനൊരു സുഖമില്ല. എന്നെ ഒരു രോഗം കീഴ്പ്പെടുത്തി ഞാൻ അസ്വസ്ഥപ്പെട്ടു. സഭയിലെ സഹോദരന്മാർക്ക് 1-2 ആഴ്ചത്തെ പരിചയമുള്ളൂ എന്നെ. അവർ പെട്ടെന്ന് സ്നേഹമുള്ള സഹോദരന്മാർ ആകൊണ്ട് അവർ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യപ്പെട്ടു. പക്ഷേ വന്ന് ചാർജ് എടുത്ത ഉടൻ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നത് എനിക്കൊരു മാനസിക പ്രയാസമായതുകൊണ്ട് ഞാൻ സഹോദരന്മാരോട് നാളെയാട്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. 2-3 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം രാത്രിയിൽ ഞാൻ 13 പ്രാവശ്യം ആ മനോഹരമായ പട്ടണത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ചർച്ചിന്റെ പാഴ്സനേജിൽ, ആ കോമ്പൗണ്ടിൽ തന്നെയാണ് പാഴ്സനേജും ചർച്ചും. ഒരു ദിവസം പ്രഭാതത്തിൽ ഞാൻ പലപ്പോഴും ഇന്ത്യ പാകിസ്ഥാന്റെ ബോർഡർ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാബിലെ പൂഞ്ചിൽ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. വെളുപ്പിനെ 3:30 സന്ദർഭത്തിൽ പാഴ്സനേജിൽ ശത്രു രാജ്യത്തിന്റെ പടയാളികൾ ബൂട്ട് ചവിട്ടി വരുന്നത് പോലെ ഇരുളിന്റെ ശക്തി വന്ന് വെല്ലുവിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനാണ്: ഞങ്ങൾ പലരാണ്, ഇവിടെ നിന്നെ ഞങ്ങൾ തോൽപ്പിക്കും. പക്ഷെ ഈ വെല്ലുവിളി കേട്ട എനിക്ക് ഭയമല്ല വന്നത്, ഒരു ധൈര്യം എൻ്റെ ഹൃദയത്തിൽ വന്നു. രാവിലെ പനി എന്നെ വിട്ടുമാറി. എൻ്റെ ശരീരത്തിലെ തക്കാളി രൂപത്തിലുള്ള ചുവപ്പ് നിറം വാങ്ങി തുടങ്ങി. ഇതൊരു വ്യാഴാഴ്ച വെളുപ്പിനെയാ. ഞായറാഴ്ച
ശനിയാഴ്ചയെല്ലാം ഞാൻ കുളിച്ചു. ഞായറാഴ്ച രാവിലെ 5 മണിയായപ്പോൾ ഹോളിന്റെ ഷട്ടർ തുറന്ന് ആ ഹോളിലേക്ക് ചായയുമായി ഞാൻ വന്ന് പ്രാർത്ഥിപ്പാൻ ഷട്ടർ തുറന്ന് തിരിച്ച് പാഴ്സനേജിൽ വന്ന് ചൂട് ചായ മിസ്സസ് ഇട്ട് തന്നതുമായി പാഴ്സനേജിൽ നിന്ന് ഹോളിലോട്ട് വരുമ്പോൾ ഞാൻ കാണുന്നത് ഇതിന്റെ 4 ഇരട്ടി വലിപ്പമുള്ള പ്ലാറ്റ്ഫോമിൽ അക്ഷരികമായ ഒരു കറുത്ത പട്ടി നെടുകയും കുറുകയും നടക്കുകയാണ്. ഇത് സ്വപ്നമല്ല, എ ലിറ്ററൽ ബ്ലാക്ക് ഡോഗ്. ഇത് കണ്ട ഞാൻ ചായ താഴെ വെച്ചിട്ട് ഞാൻ പട്ടിയോട് സംസാരിക്കുകയാണ്. ഇത്രയും വലിയ പാസ്റ്റർ PM ഫിലിപ്പ് സാർ പണിത ഈ ഹോളിൽ നായ്ക്ക് ഇവിടെ നടക്കാൻ അവസരമുള്ളോ എന്ന് ഞാൻ പട്ടിയോട് ചോദിച്ച് ടീ താഴെ വെച്ചിട്ട് എന്റെ സ്ലിപ്പർ എടുത്ത സന്ദർഭത്തിൽ ആ കൂളായിട്ട് മണവാട്ടി ഇറങ്ങിപ്പോകുന്നത് പോലെ കൂളായിട്ട് ഇറങ്ങി ഗേറ്റിന്റെ അവിടെ ചെന്നിട്ട് അതിനെ തിരിഞ്ഞു നോക്കി. ചുരുക്കി പറയുകയാ, അന്ന് സഭായോഗം പ്രാർത്ഥിച്ചു തുടങ്ങി. സങ്കീർത്തനം വായനയ്ക്ക് എല്ലാവരും എഴുന്നേൽപ്പാൻ പാസ്റ്റർ എന്ന നിലയിൽ ഞാനും പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ് നിന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഒരു ബ്രേക്ക് വേണം. സങ്കീർത്തനത്തിന്റെ നമ്പർ ഞാൻ പറഞ്ഞില്ല. ലൂക്കോസിന്റെ സുവിശേഷം പെട്ടെന്ന് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്നു. അനന്തരം ആത്മാവിനാൽ പരീക്ഷിക്കപ്പെടുവാൻ പിശാച് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ആ പിശാചിനാൽ എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തെന്നെ കാണിച്ചു. ദൈവമക്കൾ എഴുന്നേറ്റ് പാട്ട് പാടിയതിനു ശേഷം സങ്കീർത്തനം വായിപ്പാനുള്ള ആഗ്രഹത്തിൽ ബൈബിളുമായി നിൽക്കുന്ന ആ നിമിഷത്തിൽ ഒരു 1-2 നിമിഷം അവർ അങ്ങനെ ഏത് സങ്കീർത്തനമാണെന്ന് കേൾക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുമ്പോൾ 1, 2, 3, 4 4ാമത്തെ റോയിൽ അവിടെ 10 പേരാണ് ഒരു റോയിൽ ഇരിക്കുന്നത്. ആ 4ാമത്തെ റോയിൽ നിന്ന ഒരു സഹോദരി 3-4 ചാട്ടത്തിന് അവർ പ്ലാറ്റ്ഫോമിൽ വന്നു. അവർ എൻ്റെ തൊട്ടടുത്ത് പേപ്പർ ഖനത്തിൽ വന്ന് നിന്നിട്ട് അവിടെ 2 വിരലുകളും എൻ്റെ കണ്ണിനോട് മുട്ടി ഇല്ല എന്ന് ഉള്ള നിലയിൽ അവർ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലും. സഭായോഗമാ. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ബി ക്വയറ്റ്, ശാന്തമായി നിൽപ്പാൻ പറഞ്ഞു. ഇവരതിനുശേഷം എല്ലാവരെയും തിരിഞ്ഞു നോക്കി. ചില പുരുഷന്മാരെ ഇവർ നോക്കിയപ്പോൾ പുരുഷന്മാരുടെ തല കുനിച്ചു. ചില സ്ത്രീകളെ നോക്കിയപ്പോൾ ചില സ്ത്രീകൾ അവരുടെ വേഷവിധാനമൊക്കെ ഒന്നും കൂടെ വൃത്തിയാക്കി. 1-2 അമ്മച്ചിമാർ മാത്രം സ്തോത്രവും യേശുവിന്റെ രക്തത്തിലും ആശ്രയിപ്പാൻ തുടങ്ങി. സഭായോഗം കഴിഞ്ഞ് സഹോദരന്മാർ വന്ന് എന്നോട് ചോദിച്ചു, പാസ്റ്ററെ എന്താ അടുത്തത്? അവർ ആദ്യം ചോദിക്കുന്നത്, ഈ ഭൂതത്തെ ഇറക്കാൻ ആരെ കിട്ടും? ഞാൻ പറഞ്ഞു, ഈ ഭൂതം ഇറങ്ങേണ്ട, ഇത് അനുഗ്രഹമായി, ഇത് ഇവിടെ ഇരിക്കട്ടെന്ന് പറഞ്ഞു. സഭായോഗം 10 മിനിറ്റ് നീണ്ടുപോയാൽ ബൈബിൾ എടുത്ത് പോകുന്ന ആ സഭയിൽ കമ്മിറ്റി കൂടുമ്പോൾ ഒരു ചൂലുവാണെങ്കിൽ ഒരു കൂട്ടർ പറയും പായിപ്പാട്ടൊന്ന് വാങ്ങാം, വേറൊരു കൂട്ടർ പറയും തോട്ടഭാഗത്തൊന്ന് വാങ്ങാം, മൂന്നാമതൊരു കൂട്ടർ പറയും ചങ്ങനാശ്ശേരിന്ന് വാങ്ങാം. ഒരു ചൂല് വാങ്ങുന്ന വിഷയത്തിൽ പോലും ഐക്യതയില്ലാതെ തീർന്ന ആ സഭയെ കീഴ്പ്പെടുത്തിയ ഒരു പാതാൾ ഗോപുര ശക്തിയായിരുന്നു അത്. ചുരുക്കി പറയാം, അതിനകത്ത് പ്രാർത്ഥിക്കുന്ന ചില ദൈവമക്കൾ ഉണ്ടായിരുന്നു. അവർ ദൈവ മുഖത്തേക്ക് നോക്കി നിലവിളിപ്പാൻ തുടങ്ങി. ദൈവത്തിന്റെ കരം ദൈവം നീട്ടി. ആ ചർച്ചിനകത്തൊരു ഒരു വരച്ചിട്ട ഒരാത്മാവ് പോലും ഇനി ആ ചർച്ചിൽ വരരുതെന്ന് പറഞ്ഞ് ആ ചർച്ചിനെ മാർക്ക് ചെയ്ത് അതിന്റെ മേലെ ആധിപത്യം പുലർത്തിയിരുന്ന പാതാള ഗോപുര ശക്തികൾ അന്ന് പകൽക്കാലം ബ്രേക്കായി ആത്മാക്കൾ പുറത്തു നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം തിരുവല്ലായിൽ തോട്ടഭാഗത്തിനും പായിപ്പാടിനും ഇടയിൽ ഈ പയ്യമ്പള്ളിയിൽ ദൈവത്തെ ആരാധിക്കുന്ന ശാരോം ദൈവസഭയിലുള്ള വിശുദ്ധന്മാരോട് ഞാൻ പറയട്ടെ, ഫിലിപ്പിന്റെ കൈശരിയിൽ നിൽക്കുന്ന നമ്മുടെ കർത്താവ് അരുളി ചെയ്യുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയോ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ ദേശത്ത് ദൈവസഭ തല ഉയർത്തി
നിൽക്കത്തക്ക വിധത്തിൽ, ഈ ദേശത്ത് ദൈവനാമം മഹത്വം എടുക്കത്തക്ക വിധത്തിൽ, ഈ ദേശത്ത് കുടുംബങ്ങൾ വിടുവിക്കപ്പെടത്തക്ക വിധത്തിൽ, പണ്ടത്തെ പോലൊരു നല്ല കാലം എനിക്കും നിങ്ങൾക്കും തിരികെ കിട്ടത്തക്ക വിധത്തിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ, ഇടിവിൽ നിൽക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ആമേൻ, സാത്താൻ നമ്മെ തോൽപ്പിപ്പാൻ കഴിയാത്ത വിധത്തിൽ അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും. അത് സംഭവിക്കും. അത് സംഭവിക്കും. അത് സംഭവിക്കും. അത് സംഭവിക്കും. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഹൃദയത്തിൽ കിട്ടണമെങ്കിൽ, ആ ഒരു ഉൾക്കാഴ്ച നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ മാത്രമേ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിലുള്ളത് കോപ്പുകൾ കവർച്ച ചെയ്യുവാൻ കഴിയത്തില്ലെങ്കിൽ, ഇന്ന് ഇത്രയും ദൈവമക്കൾ ഇവിടെ ഉണ്ടല്ലോ. പണ്ട് ഇവിടെ ആരാധിച്ച പിതാക്കന്മാരെല്ലാം അവരുടെ ഓട്ടം തികച്ചല്ലോ. എന്നാൽ ഈ തലമുറയോട് ദൈവാത്മാവ് ശക്തിയോടെ പറയുന്നു, ഇതിനകത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്നൊന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നത് പോലെ ഇതിനകത്ത് വന്നിരുന്ന് ആരാധിക്കുന്ന പ്രിയ ദൈവമക്കളെ ദൈവാത്മാവ് ഇന്ന് പകൽ ശക്തിയോടെ ചോദിക്കുന്നു, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽപ്പാൻ വിളിച്ചപ്പോൾ യഹോവയുടെ പക്ഷത്തേക്ക് ലേവി മാറി നിന്നതുപോലെ ഇന്ന് പകൽ പാതാള ഗോപുരത്തിന്റെ ശക്തികൾ ദൈവസഭയെ മുൻപോട്ട് നടത്തുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവസഭയുടെ മുന്നോട്ടുള്ള ഓട്ടത്തെ താറുമാറാക്കത്തക്ക വിധത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന പാതാള ഗോപുരത്തിന്റെ ശക്തികൾ, ഇരുളിന്റെ ശക്തികൾ, പാരമ്പര്യ ശക്തികൾ, പൈശാചിക ശക്തികൾ, അതേതുമായി കൊള്ളട്ടെ, അതേതുമായി കൊള്ളട്ടെ, അതേതുമായി കൊള്ളട്ടെ, അത് ഏതുമായി കൊള്ളട്ടെ, അതിനെ വിവേചിച്ചറിയുന്ന ദൈവമക്കൾക്ക് സ്വർഗം അതിന്റെ മേൽ ജയം തരിക തന്നെ ചെയ്യോ. നമുക്കറിയാം എത്ര വലിയ അത്ഭുതം കണ്ടിട്ടാണ് അവർ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയത്. ചെങ്കട ചിറ പോലെ അവിടെ നിന്നതല്ലേ. അവർ സീനായി പർവ്വതത്തിൽ വന്നു കഴിഞ്ഞപ്പോ മോശ ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ഇഷ്യൂ ആക്കിക്കൊണ്ട് അഹരോന്റെ അടുക്കൽ ഒരു കൂട്ടർ വന്നിരിക്കുകയാ. എന്നിട്ട് അവർ അഹരോനോട് പറയുന്നത് ഇങ്ങനാണ്, നമ്മളെ കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അറിയുന്നില്ല. അവരോട് നമുക്ക് ചോദിക്കാം, മോശയാണോ നിങ്ങളെ കൊണ്ടുവന്നത്? നിങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം മോശയെ ഉപകരണമായി ഉപയോഗിച്ചുവെങ്കിലോ നിങ്ങളെ വിടുവിച്ചത് മോശയല്ല, നിങ്ങളെ വിടുവിച്ചത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാ. ആ കാഴ്ചപ്പാട് തലമുറയിൽ ചുരുക്കം ചിലരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് പകൽ ഇവിടെ ആരാധിക്കുന്ന എത്ര ദൈവമക്കൾക്ക് ഉറപ്പുണ്ട്? 2024 ഒക്ടോബർ മാസം 6-ാം തീയതി ഈ 11:55 ഈ സന്ദർഭത്തിൽ ഇപ്പോൾ ഈ സഭ അഭിമുഖീകരിക്കുന്ന, അഥവാ ദൈവമക്കൾ അഭിമുഖീകരിക്കുന്ന, ദൈവസഭ അഭിമുഖീകരിക്കുന്ന എല്ലാ വെല്ലുവിളികളെയോ അതിജീവിക്കത്തക്ക വിധത്തിൽ സഭയെ നടത്തുവാൻ ശക്തനായവരാണ് നമ്മുടെ കർത്താവെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം ആ രണ്ട് കരവും ഒന്ന് ഉയർത്തി ഏക ഹൃദയത്തോടൊന്ന് സ്തോത്രം ചെയ്യുമെങ്കിൽ ഈ പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു, സഭയ്ക്കെതിരെ നീട്ടപ്പെട്ടിരിക്കുന്ന ചില പാതാള ഗോപുരത്തിന്റെ ശക്തികൾ, അത് ഹേരോദാവിന്റെ കൈയാണെങ്കിലോ, അത് ഫിലിപ്പിന്റെ കൈയാണെങ്കിലോ, ആമേൻ, അത് ഫിലിപ്പോസിന്റെ കൈയാണെങ്കിലോ, അത് ആരുടെ കൈയാണെങ്കിലോ, ഇന്ന് പകൽക്കാലം സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ആ പാതാള ഗോപുരത്തിന്റെ ശക്തികൾ പരാജയപ്പെട്ടിട്ടേ മടങ്ങുകയുള്ളൂ. ഒരു നിമിഷം ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഞാൻ ഈ വചനം ഇവിടെ നിർത്തുവാൻ പോകുകയാ. ഈ ഒടുവിലത്തെ 5 മിനിറ്റ് ഇതിനകത്തിരിക്കുന്ന എല്ലാ ദൈവമക്കളോ, ആത്മഭാരമുള്ള ദൈവമക്കൾ, ആത്മനിറവുള്ള ദൈവമക്കൾ, ദൈവകൃപ അനുഭവിച്ച ദൈവമക്കൾ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവപ്രവൃത്തി അനുഭവിച്ച ദൈവമക്കൾ, കഴിഞ്ഞ കാലങ്ങളിൽ കുതിരയെയോ തേരിനെയോ ഗാഠനിദ്ര വരുത്തി ആമേൻ അതിനെ ശാസിച്ച ദൈവത്തിന്റെ കര ആ പാതാള
ഗോപുരത്തിന്റെ ശക്തികൾ ഇന്ന് പകൽക്കാലം ആമേ മുന്നേറുവാൻ കഴിയാത്ത നിലകളിൽ ആക്രമിക്കുന്ന ശക്തികൾ ഞാൻ വിശ്വസിക്കുന്നു ഈ പകൽ അത് തിരിച്ചറിയുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ ഇന്ന് പകൽ ജയം നിശ്ചയമാ. ഒരു 2-3 മിനിറ്റും കൂടെ ക്ഷമയോട് ദൈവമക്കൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഈ പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു ആമേ വലിയ വാടക കൊടുത്ത് വലിയ കൂലി കൊടുത്ത് ആമേൻ വിളിച്ചു വരുത്തിയതാണല്ലോ ബിലയാമിനെ. ആദ്യം പോയവർ ക്ഷണിച്ചിട്ട് അവൻ വന്നില്ല. രണ്ടാമത് രക്തത്താഴ്ചയം ആദ്യം പോയവർ എന്റെ ഭാഷയിൽ പറയുക സ്കൂട്ടറിലോ ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ മാരുതിയിലോ പോയത്. എന്നാൽ രണ്ടാമത് പോയവർ എങ്ങനെ പോയെന്ന് ഞാൻ പറയാ, റോൾസ് റോയിലും ഒക്കെ അവർ പോയത്. അവർ പോയി ബിലയാമിനെ കണ്ടിട്ട് അവന് വലിയ വാഴ്ത്തത്വമൊക്കെ കൊടുത്തു. അവൻ ഇസ്രായേലിനെ ശപിപ്പാൻ വേണ്ടി വരുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ തരുന്നത് മാത്രമേ നിന്റെ നാവിൽ എടുക്കാവൂ. കഴുത തടഞ്ഞിട്ടും അവൻ മുമ്പോട്ട് തന്നെ വന്നു. സംഭവിച്ചത് നമുക്കറിയാം. അവൻ തിരികെ പോകുമ്പോ ബിലയാം ബാലാക്കിനൊരു ഉപദേശം കൊടുത്തു. ആ ഉപദേശം ദൈവസഭയിൽ പാതാള ഗോപുരത്തിന്റെ ശക്തിയായി ദൈവസഭയുടെ മുന്നേറ്റത്തെ തടഞ്ഞു എങ്കിൽ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന പ്രിയ ദൈവമക്കളെ, കൃപ ലഭിച്ച പ്രിയ ദൈവമക്കളെ, ഒരുമിച്ച് സ്തോത്രം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഇന്ന് പകൽക്കാലം വില വാങ്ങാതെ തന്റെ ജനത്തെ വിറ്റ് കളഞ്ഞ ഹാമാന്റെ പദ്ധതികൾ പോലുള്ള ചില പദ്ധതികൾ ദൈവസഭ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഈ പകൽ അതിനുമേൽ ജയം ലഭിക്കുക തന്നെ ചെയ്യും. ആ ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം ഒന്ന് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാമോ? ഇന്ന് പകൽക്കാലം രക്തത്താഴ്ചയ അവൻ കണക്ക് കൂട്ടി ചെയ്തിരിക്കുന്ന, അവൻ പ്ലാൻ ചെയ്തിരിക്കുന്ന അവന്റെ ചില പദ്ധതികളുടെ മേൽ ഈ പകൽക്കാലം രക്തം ചെയ്യാം. പരിശുദ്ധാത്മാവിനോട് ശക്തിയോട് ഓർപ്പിക്കുകയാ. ഫിലിപ്പിന്റെ കൈസരയിൽ വെച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞ ആ ഒരു സിംഗിൾ വാക്ക് മാത്രമേ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. പാതാള ഗോപുര ശക്തികൾ അതിനെ ജയിക്കുകയില്ല. ആമേൻ. അത് തിരിച്ചറിഞ്ഞ ഒരു മണ്ടനുണ്ടായിരുന്നു, അവന്റെ പേരാ മൊർദെഖായി. അത് തിരിച്ചറിഞ്ഞ ഒരു രാജ്ഞി ഉണ്ടായിരുന്നു, അവളാണ് എസ്ഥേർ. അവർ ഉപവസിപ്പാൻ തയ്യാറായപ്പോ സ്വർഗം ചായ്ച്ചിറങ്ങി വന്നു എങ്കിൽ ഇന്ന് പകൽ പാസ്റ്റർ നേരത്തെ ഓർപ്പിച്ചതുപോലെ കൈവിട്ടു പോയെന്ന് കരുതുന്ന, രേഖകൾ എഴുതി കഴിഞ്ഞുവെന്ന് കരുതുന്ന, അഥവാ രാജാവ് സിഗ്ന ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ചില ദുഷ്ടന്റെ പദ്ധതികൾ ഇന്ന് പകൽ തകിടം മറിയത്തക്ക വിധത്തിൽ നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുക. ആ ആഗ്രഹമുള്ള എത്ര ദൈവമക്കളുണ്ട്? ആ പ്രാർത്ഥനയുള്ള എത്ര ദൈവമക്കളുണ്ട്? ഒന്ന് പ്രാർത്ഥിപ്പാൻ മനസ്സ് വെക്കുമോ? അങ്ങനെ പ്രാർത്ഥിപ്പാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പ്രായമുള്ളവർ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. എന്നാൽ ഈ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഒന്ന് എഴുന്നേറ്റാട്ടെ. പ്രായമുള്ളവർ ഇരുന്നാൽ മതി. എന്നാൽ ഈ വചനത്തിന്റെ മുമ്പിൽ വിറയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ ദേശത്ത് ഞങ്ങൾ സഭയായി ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിക്കുമ്പോ ഈ ദേശത്തിലെ ഒരു ദുഷ്ടശക്തികൾക്ക്, ആമേൻ, ഈ പഞ്ചായത്തിലുള്ള ഒരു ദുഷ്ടശക്തികൾക്ക്, ഇതിന് ചുറ്റും എത്രയോ കുടുംബങ്ങൾ, ഇതിന് ചുറ്റും എത്രയോ വ്യക്തികൾ, ഇതിന് ചുറ്റും എത്രയോ ആത്മാക്കൾ ഇന്ന് പകൽക്കാലം വരുവാനുണ്ട്. എന്നാൽ തടഞ്ഞു വെച്ചിരിക്കുന്ന, തടഞ്ഞു നിർത്തിയിരിക്കുന്ന ചില പാതാള ഗോപുരത്തിന്റെ ശക്തി ഉണ്ട്. ഇന്ന് പകൽക്കാല സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാലും അരുളി ചെയ്തിരിക്കുന്ന വചനം ഏറ്റെടുത്ത് ദൈവമക്കൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ഉച്ചയായ വേളയിൽ അവന്റെ കരം അവൻ നീട്ടും. ദൈവസഭയ്ക്ക് ഭീഷണിയായി നിന്ന, ദൈവസഭയ്ക്ക് വെല്ലുവിളിയായി നിന്ന തർസോസുകാരനാകുന്ന ശൗലിനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സ്വർഗം സന്ദർശിച്ചുവെങ്കിൽ ഇന്ന് പകൽ ഈ വചനം ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ അവന്റെ കരത്തിന്റെ ശക്തി നീട്ടേണ്ടുന്ന വിഷയങ്ങളുടെ മേൽ നീട്ടും. യേശുവിന്റെ
അധികാരമുള്ള നാമത്തിൽ രോഗാത്മാവിനെ അയച്ച്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഭിന്നിപ്പിന്റെ ആത്മാവിനെ അയച്ച്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഐക്യതയെ കെടുത്തി കളഞ്ഞ് ആമേ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തി പാതാള ഗോപുരത്തിന്റെ ശക്തികൾ ദൈവസഭയുടെ മേൽ ആധിപത്യം പുലർത്തുവാൻ ഇടവരാതെ ഇന്ന് പകൽ ഞാൻ എന്റെ സഭയെ പണിയോ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഞാൻ എന്റെ സഭയെ പണിയോ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഈ പകൽക്കാലം അവിടുത്തെ കരത്തിന്റെ ശക്തി നീട്ടണമേ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും നിന്റെ വചനത്തെ ഉറപ്പിക്കത്തക്ക വിധത്തിൽ അവിടുത്തെ കരത്തിലേക്ക് ഞങ്ങൾ ദൈവസഭയെ പരമേൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. തകർക്കും നീ ദുഷ്ടഭുജത്തെ, ഉടയ്ക്കും നീ നീചപാത്രത്തെ. തകർക്കും നീ ദുഷ്ടഭുജത്തെ, ഉടയ്ക്കും നീ നീചപാത്രത്തെ. സിയോൻ പുത്രി ആർക്കുക എന്ന് സ്തുതി പാടുക, നിന്റെ രാജരാജൻ. എല്ലാവരും കേടിച്ചു പാടിക്കാണ്. സിയോൻ പുത്രി ആർക്കുക എന്ന് സ്തുതി പാടുക, നിന്റെ രാജരാജൻ എഴുന്നള്ളാറാ. ആ എന്റെ പ്രിയ വാനിൽ എല്ലാവരും ആരാധിച്ചാണ്.